പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ ബംഗ്ലാദേശിന്റെ പ്രതിഷേധത്തിന് പിന്നിലെന്ത്? ബംഗ്ലാദേശിലെ ധാക്കയിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആഘോഷിക്കുന്നതിനിടെ ബിജോയ് സരണി ഏരിയയിലെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ പ്രതിമ ആളുകൾ നശിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ സുരക്ഷാ സേനയും ഭരണകക്ഷിയുടെ അനുയായികളുമായി ഏറ്റുമുട്ടിനെ തുടർന്ന് 100ഓളം പേർ കൊല്ലപ്പെട്ടതോടെ ബംഗ്ലാദേശ് വീണ്ടും തിളച്ചുമറിയുന്നു. കഴിഞ്ഞ മാസം സർക്കാർ ജോലികളിലെ സംവരണ കോട്ടയ്ക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ 150 പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസത്തെ തൊഴിൽ കോട്ട സമരങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന സ്റ്റുഡൻസ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഗ്രൂപ്പാണ് ഏറ്റവും പുതിയ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജൂലൈ 21-ന് സുപ്രീം കോടതി മിക്ക കോട്ടകളും റദ്ദാക്കിയതിനെ തുടർന്ന് കോട്ട സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനുള്ള പ്രതിഷേധം താൽക്കാലികമായി നിർത്തി. എന്നാൽ അറസ്റ്റ് ചെയ്തവർ വിട്ടയക്കുക, ഇന്റർനെറ്റ് കണക്ഷനുകൾ പുനഃസ്ഥാപിക്കുക, കോളേജ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ വീണ്ടും തുറക്കുക, അതിനോടൊപ്പം ഹസീന പരസ്യമായി മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം കൊല്ലപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കണമെന്ന് പ്രകടനക്കാർ ആവശ്യപ്പെട്ടതിനാൽ ഹസീനയെ പുറത്താക്കാനുള്ള പ്രചാരണത്തിലേക്ക് പ്രകടനങ്ങൾ വ്യാപിച്ചു. ഒറ്റ പോയിന്റ് അജണ്ടയുമായി ഞായറാഴ്ച മുതൽ രാജ്യവ്യാപകമായി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് വിദ്യാർത്ഥി കൂട്ടായ്മ ആഹ്വാനം ചെയ്തു. ഹസീന രാജിവെക്കണം. എന്താണ് യഥാർത്ഥ പ്രതിഷേധങ്ങൾക്ക് കാരണമായത്? സർക്കാർ ജോലികൾ നൽകുന്നതിനുള്ള കോട്ട സമ്പ്രദായം സംബന്ധിച്ച ഹൈക്കോടതി വിധിയിലാണ് കലാപത്തിന് തുടക്കമിട്ടത്. ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രം നേടിയതിന് തൊട്ടു പിന്നാലെ 1972 സൃഷ്ടിക്കപ്പെട്ട ഈ സംവിധാനം സർക്കാർ ജോലികളുടെ 30% സ്വതന്ത്ര സമര സേനാനികളുടെ അല്ലെങ്കിൽ വിമോചനത്തിന്റെ പക്ഷത്ത് പോരാടുന്നവരുടെ പിൻഗാമികൾക്ക് അനുവദിച്ചു. പ്രധാനമന്ത്രി ഹസീനയും വ്യക്തിപരമായി ഈ കോട്ട സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ പിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ രാജ്യത്തിന്റെ സ്ഥാപക നേതാവായിരുന്നു. വ്യാപകമായ പ്രതിഷേധങ്ങൾ കൊണ്ട് കോടതികളെ ഇത് നിർത്തലാക്കാൻ പ്രേരിപ്പിച്ച 2018 വരെ ആ സംവിധാനം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ജൂൺ 5-ന് ഹൈക്കോടതി ആ തീരുമാനം മാറ്റി. തന്മൂലം പഴയ സിസ്റ്റം പുനഃസ്ഥാപിക്കുന്നതിനുള്ള വഴി തുറന്നു. ഇത്തരം കോട്ടകൾ സർക്കാർ അനുകൂല പിന്തുണക്കാരുടെ പിൻഗാമികൾക്ക് അന്യായമായി പ്രയോജനം ചെയ്യുമെന്നും ബ്യൂറോക്രസിക്കുള്ളിൽ വിശ്വസ്തത വളർത്താനും ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ അധികാരം നിലനിർത്താനും ലക്ഷ്യമിടുന്നുവെന്നും വാദിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള പൊതുമേഖലാ ജോലികൾക്ക് അവസരം ഇതോടെ കുറയും. ഹസീന എന്താണ് പറഞ്ഞത്? 76-കാരിയായ ഹസീനയും അവരുടെ ഗവൺമെന്റും കോട്ട പ്രതിഷേധത്തിനിടെയുണ്ടായ അക്രമത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടില്ലെന്നും സംഘടനകൾക്കും തീവെപ്പിനും ഇസ്ലാമിക് പാർട്ടിയായ ജമാഅത്ത് ഇസ്ലാമിയെയും മുഖ്യ പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെയും കുറ്റപ്പെടുത്തി. എന്നാൽ അക്രമം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം അക്രമം നടത്തുന്നവർ വിദ്യാർത്ഥികളല്ല, മറിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന തീവ്രവാദികളാണെന്ന് ഹസീന പറഞ്ഞു. പ്രതിസന്ധി പരിഹരിക്കാനുള്ള ചർച്ചകൾക്കായുള്ള ഹസീനയുടെ വാഗ്ദാനം വിദ്യാർത്ഥി സംഘം നിരസിച്ചിരുന്നു. എന്താണ് ജോബ് കോട്ട പ്രതിഷേധങ്ങൾക്ക് കാരണമായത്? ജൂലൈയിൽ ഏതാനും ആഴ്ചകളോളം പതിറ്റാണ്ടുകളിലെ ഏറ്റവും ഗുരുതരമായ ആഭ്യന്തര കലാപത്തിന്റെ ആഘാതത്തിൽ ബംഗ്ലാദേശ് പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയാം. വിവാദമായ തൊഴിൽ കോട്ട സമ്പ്രദായത്തിനെതിരായ വിദ്യാർത്ഥി പ്രതിഷേധം രാജ്യവ്യാപകമായ പ്രക്ഷോഭമായി വളർന്നു. തന്മൂലം ഇപ്പോഴത്തെ ബംഗ്ലാദേശ് സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ, ഉദ്യോഗസ്ഥരുടെ അഴിമതി, കർഫ്യൂ, ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് ഉൾപ്പെടുന്ന സർക്കാരിന്റെ ജനങ്ങളോടുള്ള പ്രതികരണം, പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കനത്ത അടിച്ചമർത്തൽ എന്നിവയെല്ലാം പ്രക്ഷോഭത്തിന്റെ സിരിയിലേക്ക് ഒരുമിച്ചൊഴുകി. ജൂലൈ 29 വരെ ആക്രമണത്തിൽ 150 പേരെങ്കിലും മരിക്കുകയും 9000 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രതിഷേധക്കാർ ഹസീനയുടെ രാജി ആവശ്യപ്പെടുന്നത്? ജൂലൈയിൽ നടന്ന പ്രതിഷേധത്തിനിടെയുണ്ടായ ആക്രമണത്തിന് ഹസീനയുടെ സർക്കാരിനെതിരെയാണ് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തുന്നത്. ഹസീനയുടെ വിമർശകരും അവകാശ സംഘടനകളും അവരുടെ സർക്കാർ പ്രതിഷേധക്കാർക്കെതിരെ അമിതമായ ബലപ്രയോഗം നടത്തിയെന്ന് ആരോപിച്ചു. ഇത് സർക്കാർ നിഷേധിക്കുന്നു. ജൂലൈ മുതൽ നടന്ന അക്രമങ്ങളിൽ 300ഓളം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശ് പ്രതിഷേധം ജൂലൈയിൽ 2024 ജൂലൈ 30-ന് ധാക്കയിൽ സർക്കാർ ജോലികളിലെ കോട്ടയെ ചൊല്ലി നടന്ന രാജ്യവ്യാപക വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ കൊല്ലപ്പെട്ട ഇരകൾക്കായുള്ള മാർച്ചിനിടെ സാംസ്കാരിക പ്രവർത്തകരും പൗരസമൂഹത്തിലെ അംഗങ്ങളും പോലീസുമായി ഏറ്റുമുട്ടി. ജൂലൈ 21-ന് ഒരുപക്ഷെ വർദ്ധിച്ചു വരുന്ന അശാന്തി ശമിപ്പിക്കുന്നതിന് ബംഗ്ലാദേശിലെ സുപ്രീം കോടതി സ്വതന്ത്ര സമര സേനാനികളുടെ പിൻഗാമികൾക്ക് സർക്കാർ ജോലിയുടെ 5% മാത്രമേ അനുവദിക്കാവൂ എന്ന് വിധിച്ചു. എന്നാൽ പ്രതിഷേധക്കാർ ശാന്തരായില്ല. പ്രതിഷേധക്കാരുടെ മരണത്തിന് ഹസീനയുടെ വ്യക്തിപരമായ ക്ഷമാപണം, അതുപോലെ ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യം ഉന്നയിച്ചു. ഹസീന വിദ്യാർത്ഥികളുടെ അന്ത്യശാസനം അവഗണിച്ചതിനെ തുടർന്ന് ജൂലൈ 30-ന് വിദ്യാർത്ഥികൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, അറസ്റ്റുകൾ, ആക്രമണങ്ങൾ, വിദ്യാർത്ഥികളുടെയും മറ്റ് ആളുകളുടെയും കാണാതാകൽ എന്നിവയ്ക്കെതിരായ ശക്തമായ പ്രതിഷേധം വീണ്ടും ആരംഭിച്ചു. ഈ വിഷയത്തിൽ സർക്കാർ എങ്ങനെ പ്രതികരിച്ചു? സ്വതന്ത്ര സമരക്കാലത്ത് ശത്രുക്കളുമായി സഹകരിച്ച് പ്രതിഷേധിച്ചവരെ റസാക്കറെന്ന് ഹസീന മുദ്രകുത്തുകയും പ്രസ്ഥാനത്തിന്റെ നേതാക്കളുമായി ഇടപഴകാൻ വിസമ്മതിക്കുകയും ചെയ്തു. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭമായാണ് അവരുടെ പാർട്ടിയായ അവാമി ലീഗ് ഈ പ്രതിഷേധങ്ങളെ കാണുന്നത്.
പ്രതിഷേധക്കാരെ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ബംഗ്ലാദേശ് ഛത്രയിലേക്ക് വടികളും സ്റ്റീൽ പൈപ്പുകളും ഉപയോഗിച്ച് ആക്രമിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ വഷളായി. ജൂലൈ 18 ക്യാമ്പസുകൾ അടിച്ചുപൂട്ടാനും പ്രതിഷേധം പിരിച്ചുവിടാനും സർക്കാർ ധാക്കയിലുടനീളം പോലീസിനെയും അർദ്ധസൈനിക സേനയെയും വിന്യസിച്ചു. കർഫ്യൂ ലംഘിക്കുന്ന ആരെയും പോലീസിന് വെടിയുതിർക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. തുടർന്ന് ഇന്റർനെറ്റ്, മൊബൈൽ ഡാറ്റ സേവനങ്ങൾ അടച്ചുപൂട്ടി. മുൻകാലങ്ങളിൽ വിയോജിപ്പുകളെ അടിച്ചമർത്താൻ സമാനമായ ഇന്റർനെറ്റ് ഷട്ട്ഡൗൺ ഉപയോഗിച്ചതായി ബംഗ്ലാദേശ് സർക്കാരിനെതിരെ ആരോപണമുണ്ട്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾക്കിടെ. 1971 സ്വതന്ത്രം നേടിയപ്പോൾ ബംഗ്ലാദേശ് ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളൊന്നായിരുന്നു. എന്നാൽ ഏകദേശം 2000 വാർഷിക ശരാശരി 6% നിരക്കിൽ അത് വളരാൻ തുടങ്ങി. 4.2 ദശലക്ഷം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന റെഡിമെയ്ഡ് വസ്ത്ര വ്യവസായമാണ് ഈ വളർച്ചയെ പ്രധാനമായും നയിച്ചത്. എന്നിരുന്നാലും അടിസ്ഥാനപരമായ നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉത്കണ്ഠയ്ക്കും നിരാശയ്ക്കും ആക്കം കൂട്ടി. അസമത്വം, യുവാക്കളുടെ തൊഴിലില്ലായ്മ എന്നിങ്ങനെ. 2023 കണക്കനുസരിച്ച് ഏകദേശം 18 ദശലക്ഷം യുവാക്കൾക്ക് ജോലിയില്ല. ഭക്ഷ്യവിലപ്പെരുപ്പം 10%-ലെത്തിയതും മറ്റ് ജീവിത ചെലവുകളുടെ വർധനയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2023 മധ്യത്തോടെ രാജ്യത്തെ 172 ദശലക്ഷത്തിലധികം ജനങ്ങളിൽ 37 ദശലക്ഷത്തിലധികം ആളുകൾ മിതമായതും കഠിനവുമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ അഭിമുഖീകരിക്കുന്നു. ഒരു വർഷത്തിനുള്ളിൽ സർക്കാർ വൈദ്യുതിയുടെയും ഗ്യാസിൻ്റെയും വില 3 തവണ ഉയർത്തിയതിനാൽ യൂട്ടിലിറ്റി ചെലവുകൾ കുതിച്ചുയർന്നു. ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കിടയിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും സംബന്ധിച്ച റിപ്പോർട്ടുകൾ ജനങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കി. ജനസംഖ്യയുടെ ഏറ്റവും സമ്പന്നരായ 10% ആളുകൾ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ 41% നിയന്ത്രിക്കുന്നു. അതേസമയം താഴെയുള്ള 10%-ന് 1.3% മാത്രമേ ലഭിക്കുന്നുള്ളൂ. സാമ്പത്തിക വിദേശ നയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിലവിലുള്ള അശാന്തി ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിച്ചു. രാജ്യത്തെ തൊഴിൽ ശക്തിയുടെ 85% വരുന്ന അനൗപചാരിക മേഖലയിലെ തൊഴിലാളികൾ ലോക്ക്ഡൗണുകളുടെയും കർഫ്യൂവിൻ്റെയും പ്രത്യാഘാതങ്ങൾക്ക് പ്രത്യേകിച്ചും ഇരയാകുന്നു. കൂടാതെ ചില അവശ്യ വസ്തുക്കളുടെ വില ഏകദേശം ഇരട്ടിയോളം വർദ്ധിച്ചതിനാൽ താഴ്ന്ന വരുമാനക്കാരും ഇടത്തരം കുടുംബങ്ങളെയും ഇത് സാരമായി ബാധിച്ചു. ഇത് ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്നു.